പാലക്കാടേക്ക് കൂടി പോകേണ്ടതുണ്ട്. പീഡനക്കേസിൽ പ്രതിയായ രാഹുൽ മാങ്കൂട്ടത്തിൽ എംഎൽഎ പാലക്കാട് നിന്ന് മുങ്ങിയത് ചുവന്ന പോളോ കാറിലാണ് എന്ന നിർണായകമായ വിവരമാണ് ലഭിക്കുന്നത്. കാർ സിനിമാ താരത്തിൻ്റെതാണ് എന്ന സംശയം. കാർ സഞ്ചരിച്ച വഴികൾ കേന്ദ്രീകരിച്ച് അന്വേഷണം നടത്തും. അതേസമയം തന്നെ രാഹുലിന്റെ ഫ്ളാറ്റിലെ CCTV ദൃശ്യങ്ങൾ ഡിലീറ്റ് ചെയ്ത നിലയിലുമാണ്. രാഹുൽ മുങ്ങിയ ദിവസത്തെ ദൃശ്യങ്ങളാണ് DVRൽ നിന്ന് ഡിലീറ്റ് ചെയ്തിരിക്കുന്നത്. ഇതിനിടെ രാഹുൽ തിരുവനന്തപുരത്ത് എത്തുകയും ചെയ്തു എന്ന വാർത്ത പോലീസ് തള്ളുന്നുണ്ട്. രാഹുൽ ഒളിവിലല്ല എന്ന് തോന്നിപ്പിക്കാൻ നടത്തിയ നീക്കമെന്നാണ് വിലയിരുത്തൽ. തൃശൂർ, പാലക്കാട്, കോയമ്പത്തൂർ, ബംഗളൂരു എന്നിവിടങ്ങളിൽ ഇന്ന് കൂടുതൽ പരിശോധന നടത്തുകയാണ്. വിവരങ്ങളുമായി അരുൺ ആലത്തൂരാണ് നമുക്കൊപ്പം പാലക്കാട് നിന്ന് ചേരുന്നത്. അരുൺ, വളരെ നിർണായകമായ വിവരം. ഏതാണ്ട് 5 ദിവസമാകുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ എവിടെയാണ് എന്നറിയില്ല. പാലക്കാട് കണ്ണാടിയിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടെ കണ്ട വ്യക്തിയെ പിന്നീട് ആരും കണ്ടിട്ടില്ല എന്നാണ് പറയുന്നത്. ഇതിനിടെ അദ്ദേഹം തിരുവനന്തപുരത്ത് എത്തുന്നു. മുൻകൂർ ജാമ്യാപേക്ഷയിൽ ഒപ്പിട്ട് പിന്നെയും അപ്രത്യക്ഷനാകുന്നു. എന്തായാലും ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരം ഒരു ചുവന്ന പോളോ കാറിൽ അവിടെ നിന്ന് സഞ്ചരിക്കുന്നു എന്നുള്ളതാണ്. ഇതൊരു സിനിമാ താരത്തിൻ്റെതാണ് എന്നുള്ള നിർണായകമായ വിവരം കൂടി പറയൂ. രാഖി സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് പാലക്കാട് നിന്ന് കഴിഞ്ഞ വ്യാഴാഴ്ചയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ കടന്നു കളഞ്ഞത്. അതായത് കൃത്യമായിട്ട് വ്യാഴാഴ്ച വൈകുന്നേരം ഒരു 4:55 ഈ യുവതി ബലാത്സംഗത്തിൽ മുഖ്യമന്ത്രിക്ക് പരാതി നൽകി എന്നുള്ള വാർത്ത അത് മാധ്യമങ്ങളിലൂടെ പുറത്തു വന്നതിന് പിന്നാലെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട് നിന്ന് കടന്നു കളഞ്ഞത്. ഏതായാലും രാഹുൽ മുങ്ങിയതിന് ശേഷം ഇപ്പോൾ 5 ദിവസം പിന്നിടുമ്പോൾ പോലീസിന് ഏതായാലും ഇപ്പോഴും രാഹുലിനെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. പോലീസ് ഇരുട്ടിൽ തപ്പുന്ന സാഹചര്യം തന്നെയാണുള്ളത്. കഴിഞ്ഞ ദിവസം പ്രത്യേക അന്വേഷണ സംഘം പാലക്കാട് എത്തുകയുണ്ടായി. രാഹുലിൻ്റെ ഫ്ളാറ്റ് കേന്ദ്രീകരിച്ചും മറ്റുമൊക്കെ അന്വേഷണം നടത്തി. നിലവിൽ അന്വേഷണ സംഘം പറയുന്നത് ഈ രാഹുൽ ഇവിടെ നിന്നും മുങ്ങിയത് ഒരു ചുവന്ന പോളോ കാറിലാണ് എന്നുള്ളതാണ്. ഈ കാറാണെങ്കിൽ ഒരു സിനിമാ താരത്തിൻ്റെ, ഒരു സിനിമാ നടിയുടേതാണെന്നുള്ള വിവരങ്ങളും വരുന്നുണ്ട്. ഏതായാലും ഈ കാറ് കേന്ദ്രീകരിച്ച്, കാർ സഞ്ചരിച്ച വഴികൾ കേന്ദ്രീകരിച്ചൊക്കെയുള്ള അന്വേഷണം പുരോഗമിക്കുന്നു എന്നുള്ളതാണ് പ്രത്യേക അന്വേഷണ സംഘത്തിൽ നിന്ന് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. അതും ഈ രാഹുൽ മറ്റെവിടേക്കെങ്കിലും, അതായത് പാലക്കാട് ജില്ലയിൽ തന്നെയാണോ മറ്റേതെങ്കിലും അയൽ സംസ്ഥാനത്തേക്ക് ഉൾപ്പെടെ കടന്നു കളഞ്ഞിട്ടുണ്ടോ എന്നുൾപ്പെടെയുള്ള വിവരങ്ങളിൽ അന്വേഷണം പുരോഗമിക്കുന്നു എന്നുള്ളതാണ് അറിയുന്നത്. കഴിഞ്ഞ ദിവസമാണെങ്കിൽ ഈ ഒരു രാഹുലിൻ്റെ ഫ്ളാറ്റിൽ പരിശോധന നടത്തി അവിടുത്തെ CCTV ദൃശ്യങ്ങളൊക്കെ പരിശോധിച്ചിരുന്നു. അതിലാണെങ്കിൽ ഈ വ്യാഴാഴ്ച വൈകിട്ടത്തെ ഈ രാഹുൽ കടന്നു കളയുമ്പോഴുള്ള ദൃശ്യങ്ങൾ അത് DVRൽ നിന്ന് ഡിലീറ്റ് ചെയ്ത നിലയിലാണ്. അത് ഈ ഫ്ളാറ്റിൽ അവിടുത്തെ കെയർ ടേക്കറെ സ്വാധീനിച്ച് ഈ ദൃശ്യങ്ങൾ ഡിലീറ്റ് ചെയ്തതായിരിക്കാം എന്നുള്ളതാണ് അന്വേഷണ സംഘം വിലയിരുത്തുന്നത്. അതുകൊണ്ട് തന്നെ കെയർ ടേക്കറെ ചോദ്യം ചെയ്യുന്നത് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് കടക്കുമെന്നുള്ള വിവരവും ലഭിക്കുന്നുണ്ട്. ചുവന്ന പോളോ കാറിലാണ് കടന്നു കളഞ്ഞിരിക്കുന്നത് എന്നുള്ളത് രാഹുലിൻ്റെ ഡ്രൈവറെയും അതുപോലെ തന്നെ പേഴ്സണൽ സ്റ്റാഫിനെയും ഒക്കെ കൂടുതൽ ചോദ്യം ചെയ്തപ്പോഴാണ് ഈ ചുവന്ന പോളോ കാറിലാണ് ഈ കടന്നു കളഞ്ഞത് എന്നുള്ളതിൻ്റെ വിവരങ്ങൾ പ്രത്യേക അന്വേഷണ സംഘത്തിന് ലഭിച്ചിരിക്കുന്നത്. ഒപ്പം തന്നെ രാഹുലിൻ്റെ കാറ് കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം മറ്റും പുരോഗമിക്കുമ്പോൾ മറുവശത്ത് രാഹുൽ കൃത്യമായിട്ട് തന്നെ ഈ വിഷയത്തിൽ പോലീസിനെ, അന്വേഷണ സംഘത്തെ തെറ്റിദ്ധരിപ്പിക്കുന്നതിനും തെളിവ് നശിപ്പിക്കുന്നതിനും വേണ്ടിയുള്ള നടപടികൾ വലിയ രീതിയിൽ നടത്തുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് ഈ DVRൽ നിന്ന് ദൃശ്യങ്ങൾ ഡിലീറ്റ് ചെയ്തതും. ഒപ്പം തന്നെ നമുക്കറിയാം കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് രാഹുൽ എത്തി എന്നുള്ള വിവരങ്ങൾ ഉണ്ടായിരുന്നു. അവിടെ രാഹുൽ എത്തി പേപ്പറുകളിൽ ഒപ്പിട്ടു എന്നുള്ള വിവരങ്ങൾ ഉൾപ്പെടെ അന്ന് പുറത്തു വന്നിരുന്നു. പക്ഷേ അതെല്ലാം കൃത്യമായിട്ട് ഒരു പ്ലാനിങ്ങിൽ ഈ തെറ്റിദ്ധരിപ്പിക്കുന്ന അന്വേഷണ സംഘത്തെയും മാധ്യമങ്ങളെയൊക്കെ തെറ്റിദ്ധരിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള നീക്കങ്ങൾ ഒളിവിലിരുന്നു കൊണ്ട് രാഹുൽ നടത്തുന്നതിൻ്റെ ഭാഗമാണ് എന്നുള്ള വിവരമാണ് ലഭിക്കുന്നത്. ഏതായാലും നിലവിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ഒളിവിൽ തുടരുന്ന സാഹചര്യം തന്നെയാണ്. നേരത്തെ പറഞ്ഞതുപോലെ 4 ഭാഗങ്ങൾ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണമാണ്. തിരുവനന്തപുരവും അതുപോലെ തന്നെ തൃശ്ശൂരും അതുപോലെ തന്നെ പാലക്കാടും പിന്നെ ബംഗളൂരുവും. എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിൽ MLAക്കായി വലവിരിച്ച് അന്വേഷണ സംഘം കാത്തിരിക്കാൻ തുടങ്ങിയിട്ട് കുറച്ചധികം ദിവസങ്ങളായി. എന്തായാലും ഇപ്പോൾ വ്യാപക തിരച്ചിൽ നടക്കുന്നുണ്ട് എന്നുള്ളതാണ് ലഭിക്കുന്ന വിവരം. ഒരു ചുവന്ന പോളോ കാറിലാണ് അവിടെ നിന്ന് രക്ഷപ്പെട്ടത് എന്നുള്ളതാണ്. എന്തായാലും അവിടെ നിന്ന് പാലക്കാട് നിന്ന് രക്ഷപ്പെട്ട ദിവസത്തെ ദൃശ്യങ്ങളെല്ലാം തന്നെ CCTVയിൽ നിന്ന് ഡിലീറ്റ് ചെയ്ത നിലയിലുമാണ്. നമുക്ക് നോക്കാം, ഒരു സിനിമാ നടിയുടെ കാറിലാണ് MLA രക്ഷപ്പെട്ടത് എന്നാണ് പറയുന്നത്. ബുധനാഴ്ചയാണ് അദ്ദേഹത്തിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ കോടതിയിൽ എത്തുന്നത്. അതിനു മുൻപ് നമ്മുടെ അന്വേഷണ സംഘം MLA പിടികൂടുമോ ഇല്ലയോ എന്നുള്ളതാണ് കണ്ടറിയേണ്ടത്. രാഹുലിനെ വീണ്ടും പിന്തുണച്ച് KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ് രാഹുലിന്റെ രാജി ആവശ്യപ്പെട്ടില്ലെന്നും അത്തരമൊരു കീഴ്വഴക്കം ഇല്ലെന്നും സണ്ണി ജോസഫ് മാധ്യമങ്ങളോട് പറഞ്ഞു. രാഹുലിനെ ഒളിപ്പിച്ച സ്ഥലം പറഞ്ഞാൽ